എല്ലാവർക്കും വോളിയം പ്രൊഫൈലിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഡേറ്റ് ജൂലൈ 16 വ്യാഴാഴ്ചയായിരുന്നു. സെൻസെക്സിൻ്റെ എക്സ്പയറി ആയിരുന്നു. ഓക്കെ, കുറച്ച് ലേറ്റ് ആയിട്ടുണ്ട്, കുറച്ച് ബിസി ആയിരുന്നു കാര്യങ്ങൾ. ഓക്കെ, അതുകൊണ്ടാണ് വീഡിയോ കുറച്ച് ലേറ്റ് ആയത്. ഓക്കെ, അപ്പോൾ ആദ്യം തന്നെ ഗോൾഡിലേക്ക് പോവാം. ഗോൾഡിൽ കുറച്ച് മെയിനായിട്ടുള്ള ഇമ്പോർട്ടൻ്റ് ഏരിയാസ് നമ്മൾ ഓൾറെഡി മാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. ഇത് ഞാൻ ഓൾറെഡി ഗ്രൂപ്പിൽ ഇട്ട ലെവൽസാണ്. ഇതിൽ മെയിൻ ലെവൽസ് എന്ന് പറയുന്നത് ഈ ഒരു ലെവലാണ്, 41 to 43. ഓക്കെ, അതിനുശേഷം നമുക്ക് താഴെ ഒരു ലെവൽ ഉണ്ടായിരുന്നു. ഈ താഴത്തെ ലെവൽ ഫസ്റ്റ് മാർക്കറ്റ് എന്ത് ചെയ്തു, വന്നു സപ്പോർട്ട് എടുത്തു. ഏകദേശം 36 നിന്ന് 45 വരെ പോയി. അതിനുശേഷം മാർക്കറ്റ് എന്ത് ചെയ്തു, ഈ ലെവൽ ബ്രേക്ക് ചെയ്തു. അപ്പോൾ ഈ ലെവൽ ബ്രേക്ക് ചെയ്തുകൊണ്ട് നമുക്ക് നെക്സ്റ്റ് ലെവൽ എന്ന് പറയുന്നത് റെസിസ്റ്റൻസ് ആയിരുന്നു. ഓക്കെ, നമ്മൾ ഇവിടുന്ന് ഓൾറെഡി 41 സെല്ല് എടുത്തിട്ടുണ്ടായിരുന്നു. ഓക്കെ, നമ്മൾ ഗ്രൂപ്പിൽ ഇട്ടിട്ടുണ്ടായിരുന്നു. ഓൾമോസ്റ്റ് ഒരു 65 പോയിൻറ്റ് നമുക്ക് ഈസി ആയിട്ട് ഒരു 3-4 പോയിൻറ്റ് റിസ്ക് എടുത്തിട്ട് കിട്ടിയിട്ടുണ്ടായിരുന്നു. ഓക്കെ, ഏകദേശം 68 പോയിൻറ്റ് വരെ വന്നു. പക്ഷേ ഒരു 65 പോയിൻറ്റ് നമുക്ക് ക്യാപ്ചർ ചെയ്യാൻ വേണ്ടി പറ്റി. അതിനുശേഷം വീണ്ടും നമ്മൾ ഇവിടെ ഒരു സെല്ല് എടുത്തിട്ടുണ്ടായിരുന്നു ഈ ഒരു 98-97 റേഞ്ചിൽ. ഓക്കെ, 90 റേഞ്ച് എന്ന് ടാർഗറ്റ് വെച്ചിട്ടുണ്ടായിരുന്നു. അത് ഹിറ്റ് ചെയ്ത് മാർക്കറ്റ് അപ്പ് സൈഡിലേക്ക് പോയിട്ടുണ്ടായി. ഓക്കെ, അപ്പോൾ ഈ ലെവൽസ് സ്റ്റിൽ നിങ്ങൾക്ക് വാച്ച് ചെയ്യാൻ വേണ്ടി പറ്റുന്നതായിരിക്കും. ഓക്കെ, പുതിയ ലെവൽസ് കൊടുക്കുന്നവരെ ഇത് വാലിഡ് ആയിരിക്കും. നാളെ രാവിലെ ഞാൻ പുതിയ ലെവൽസ് കൊടുക്കും. അപ്പോൾ ഇത് ഇന്നത്തെ ഇൻട്രാഡേ ലെവൽസാണ് ഈ ഒരു ലെവൽസ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ നെക്സ്റ്റ് ലെവൽ കൊടുക്കുന്നവരെ ഇത് വാലിഡ് ആയിരിക്കും. അപ്പോൾ ഇതാണ് ഏറ്റവും മെയിൻ കിട്ടിയിട്ടുണ്ടായിരുന്ന കാലം. മാർക്കറ്റ് വളരെ സ്ലോ ആയിരുന്നു. നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ അറിയാം, ഓൾമോസ്റ്റ് ഒരു 3 മണിക്കൂർ അവിടെ നിന്ന് സ്ലോ ആയി. അവിടെ നിന്ന് ജസ്റ്റ് ഒരു ഫാൾ വന്നു. ആ ഫാൾ വന്നതിന് ശേഷം മാർക്കറ്റ് ഏകദേശം നോക്കിക്കഴിഞ്ഞാൽ ഒരു 10 മണിക്കൂർ ആകെ മാർക്കറ്റ് മൂവ് ചെയ്തത് ഒരു 10 പോയിൻറ്റ് താഴെയും 10 പോയിൻറ്റ് മേലെയും. ഓക്കെ, എത്ര ആളുകൾ SL അടിച്ചിട്ടുണ്ടാകുന്ന പറയുന്നില്ല, കാരണം ഫുള്ളി മാർക്കറ്റ് സൈഡ് വൈസ് ആയിരുന്നു. ഓൾമോസ്റ്റ് 10 മണിക്കൂർ നോക്കിക്കഴിഞ്ഞാൽ അറിയാം, പ്രോപ്പറായിട്ടുള്ളൊരു സെല്ല് വന്നിട്ടുണ്ടായിരുന്ന ഒരു ഇന്നത്തെ ദിവസത്തെ ഒരു പ്രോപ്പർ മൂവ് എന്ന് പറയുന്നത് ഇത് മാത്രമാണ്. ആ ഒരു മൂവ് നമുക്ക് ക്യാപ്ചർ ചെയ്യാൻ വേണ്ടി പറ്റിയിട്ടുണ്ട്. നമ്മൾ വോളിയം പ്രൊഫൈലിൻ്റെ ഗ്രൂപ്പിനകത്ത് ലെവൽ ഓൾറെഡി കൊടുത്തിട്ടുണ്ടായിരുന്നു. എവിടെ നിന്നാണ് കൊടുത്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഓക്കെ, ഫസ്റ്റ് മാർക്കറ്റിലൊരു സെല്ല് വന്നപ്പോൾ ഓൾറെഡി ഞാൻ രാവിലെ ഈ ലെവൽ ഇട്ടിട്ടുണ്ടായിരുന്നു. 41 to 43 ലെവൽ. അതിനുശേഷം ഈ ഒരു സെല്ല് വന്ന സമയത്താണ് ഞാൻ കൊടുത്തിട്ടുണ്ടായിരുന്നത്. അതിനുശേഷം വീണ്ടും തിരിച്ച് റീടെസ്റ്റ് എടുത്തപ്പോൾ വന്നപ്പോഴാണ് ഞാൻ റേറ്റ് എടുത്തിട്ടുണ്ടായിരുന്നത്. എന്തോ നമുക്കൊരു 2-3 ഓക്കെ മാക്സിമം പോയാൽ 3-4 പോയിൻറ്റ് SL റിസ്ക് എടുത്തിട്ടുണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ നമുക്കൊരു 65 പോയിൻറ്റ് റിവാർഡ് ക്യാപ്ചർ ചെയ്യാൻ വേണ്ടി പറ്റിയിട്ടുണ്ടായി. ഇതാണ് ഇന്ന് ഗോൾഡിൽ സംഭവിച്ച ഹെവി മൂവ് എന്ന് പറയുന്നത് മാത്രമേ ഉള്ളൂ. ആ മൂവ് ഓൾമോസ്റ്റ് 95% നമുക്ക് ക്യാപ്ചർ ചെയ്യാൻ വേണ്ടി പറ്റും. ആ 68 പോയിൻറ്റ് 70 പോയിൻറ്റ് മൂവ് ചെയ്തുള്ളൂ. അതിൽ 65 പോയിൻറ്റ് നമുക്ക് എന്ത് ചെയ്തിട്ടുണ്ട്, ക്യാപ്ചർ ചെയ്യാൻ വേണ്ടി പറ്റിയിട്ടുണ്ടായിരുന്നു. ഓക്കെ, അപ്പോൾ നെക്സ്റ്റ് ഇന്ത്യൻ മാർക്കറ്റിലേക്ക് പോവാം. ഇന്ന് നമ്മൾ സെൻസെക്സിൻ്റെ ലെവൽസാണ് കൊടുത്തത്, കാരണം നമ്മൾ സെൻസെക്സിനകത്താണ് ട്രേഡ് ചെയ്യുന്നുണ്ടായിരുന്നത്. ഞാൻ ഇന്നലെ വോയിസ് ഇട്ടിട്ടുണ്ടായിരുന്നു. സെൻസെക്സിൻ്റെ ഈ ഒരു സോണ് റെസിസ്റ്റൻസ് ഏരിയ, ഈ ഒരു സോണ് സപ്പോർട്ടാണെന്ന് പറഞ്ഞ് ഞാൻ ഇൻഡെക്സിൻ്റെ ലെവൽസ് കൊടുത്തിട്ടുണ്ടായിരുന്നു. ഓൾമോസ്റ്റ് നോക്കിക്കഴിഞ്ഞാൽ നമ്മളെ ലെവലിൽ വന്ന് ഓക്കെ, കാരണം എന്ന് വെച്ചാൽ ഇത് രണ്ടും നമ്മളെ റെസിസ്റ്റൻസ് സോണാണ് വന്നിട്ടുണ്ടാവുക. ഏകദേശം നമ്മളെ ലെവലിൽ ഏകദേശം 60 പോയിൻറ്റ് താഴ്ന്നാണ് മാർക്കറ്റിൽ എന്ത് ചെയ്യുന്നത്, ഫാള് സംഭവിച്ചിട്ടുണ്ടായിരുന്നത്. ഏകദേശം 11 മണി ടു 11:30 ടൈമിൽ ഈസി ആയിട്ട് ഒരു പുട്ടിനുള്ള ഓപ്പർച്യൂണിറ്റി. ഓക്കെ, അതെന്ന് പറയുമ്പം ഇവിടെ ഏകദേശം 60-70 പോയിൻറ്റ് ഉണ്ട്. അപ്പോൾ ഒരു ജസ്റ്റ് ഔട്ട് ഓഫ് ദ മണിയിലുള്ള പുട്ട് എടുക്കുകയാണെങ്കിൽ, ഔട്ട് ഓഫ് ദ മണി ഏകദേശം 100-150 രൂപയുള്ള ഒരു പുട്ടാണെങ്കിൽ എത്രത്തോളം മൂവ് കിട്ടിയിട്ടുണ്ടെന്ന് ഞാൻ ജസ്റ്റ് കാണിച്ചു തരാം. ഓക്കെ, ഇതാണ് ടൈം സോൺ എന്ന് പറയുന്നത്. ഈ ഒരു ടൈമിലായിരുന്നു മാർക്കറ്റിൽ മൂവ് നമ്മളെ ഇൻഡെക്സിൻ്റെ ലെവൽ എത്തിയിട്ടുണ്ടായി. ഏകദേശം 115 രൂപയുള്ള സാധനം ഏകദേശം 345 വരെ മാർക്കറ്റിൽ മൂവ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, പിന്നെ അതിനുശേഷം ഈ ഒരു ലെവൽ ഞാൻ കഴിഞ്ഞ ദിവസങ്ങളിൽ അതിൽ കൊടുത്തുകൊണ്ടിരുന്ന ലെവലാണ്. എനിക്കൊന്ന് മിനിഞ്ഞാന്ന് ഞാൻ ഈ ലെവൽ ഓൾറെഡി മാർക്ക് ചെയ്ത് കൊടുത്തതാണ്. ആ മിനിഞ്ഞാന്ന് നമ്മൾ ലെവൽ ഇന്നലെ മാർക്കറ്റ് എന്ത് ചെയ്തു, ഞാൻ പറഞ്ഞു ഇന്നലത്തെ വീഡിയോയിൽ ഗ്യാപ് ഡൗൺ ആയിരുന്നു. അതിനുശേഷം എന്ത് ചെയ്തു, ലെവലിൻ്റെ മേലെ പോയി മാർക്കറ്റ് ഈ ഒരു സോണിൽ സപ്പോർട്ട് എടുത്തിട്ട് പോയി. ഇന്ന് പക്ഷേ എന്ത് ചെയ്തില്ല, മാർക്കറ്റ് ഇതിൻ്റെ താഴെയാണ് ഓപ്പൺ ചെയ്തിട്ടുണ്ടായിരുന്നത്. സ്വാഭാവികമായിട്ട് നമുക്ക് സ്റ്റാർട്ടിങ്ങിൽ കോൾ ഓപ്ഷനുള്ള ചാൻസാണ് വരിക, കാരണം നമ്മുടെ മാർക്കറ്റ് നമ്മുടെ ലെവലിൻ്റെ താഴെയാണ് ഉണ്ടായിരുന്നത്. ഓക്കെ, അതിനുശേഷം ഞാൻ ലൈവ് മാർക്കറ്റിൽ കൊടുത്ത ലെവലാണ് ഈ ഒരു ലെവൽ എന്ന് പറയുന്നത്. മാർക്കറ്റ് ഫസ്റ്റ് ഒന്ന് ട്രാപ്പായി രണ്ട് സൈഡിലും. അതിനുശേഷം നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് അറിയാൻ വേണ്ടി പറ്റും, ഈ ലെവലിൻ്റെ താഴെ പോയി. ഏകദേശം ഞാൻ ഗ്രൂപ്പിൽ കൊടുത്തത് എനിക്കൊന്ന് 9-9:15 സംതിങ്ങിനാണ് കൊടുത്തിട്ടുണ്ടായിരുന്നത്. അതിനുശേഷം ഈ ലെവലിൻ്റെ താഴെ വന്നു മാർക്കറ്റ്. ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്കറിയാം കറക്റ്റ് നമ്മളെ ലെവലിൽ 1 മിനിറ്റ് ക്യാൻഡിലാണ് അവിടെ നിന്ന് തന്നെ എന്ത് ചെയ്തിട്ടുള്ളത്, മാർക്കറ്റിൽ റിജക്ഷൻ അടിച്ചു. ഓൾമോസ്റ്റ് ഒരു 150 പോയിൻറ്റ് താഴെ പോയി. അതിനുശേഷം ലെവൽ ബ്രേക്ക് ചെയ്തു, കറക്റ്റ് ബ്രേക്ക് ചെയ്തു, റീടെസ്റ്റ് എടുത്തു നമ്മളെ ലെവലിൽ. അവിടുന്ന് മാർക്കറ്റ് ഏകദേശം 100 പോയിൻറ്റ് മേലെ പോയി. അതിനുശേഷം ബ്രേക്ക് ചെയ്തു, അവിടുന്ന് വീണ്ടും മാർക്കറ്റ് ഓൾമോസ്റ്റ് ലെവലിൻ്റെ താഴെ 165 പോയിൻറ്റ് പോയിട്ടുണ്ട്. അതിനുശേഷം
ലെവലിൻ്റെ മേലെ പോയി അവിടുന്ന് മാർക്കറ്റിൽ ഏകദേശം 67 പോയിൻ്റ് പോയിട്ടാണ് ക്ലോസ് ചെയ്തിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ ജസ്റ്റ് 2 ലെവൽസ് നോക്കി കഴിഞ്ഞാൽ അറിയാം എത്ര ബ്യൂട്ടിഫുൾ ആയിട്ടാണ് വർക്ക് ചെയ്തതെന്ന് മനസ്സിലാവും നിങ്ങൾക്ക്. ഓക്കെ, ഇതാണ് വോളിയം പ്രൊഫൈലിൻ്റെ മാജിക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത്ര മാത്രമേ ഉള്ളൂ. പിന്നെ അതേപോലെ കോൾ ഓപ്ഷൻ്റെ ലെവൽസ് ഓൾറെഡി നിങ്ങൾക്ക് ഇന്നലെ കണ്ടിട്ടുണ്ടാവും. അത് തന്നെയാണ് ഇന്ന് നമ്മൾ കൊടുത്തിട്ടുണ്ടായിരുന്നത്. പ്രത്യേകിച്ച് മാറ്റങ്ങളും കാര്യങ്ങളും വരുത്തിയിട്ടില്ല. ഓക്കെ, ഞാൻ പറഞ്ഞു മാർക്കറ്റ് ഓപ്പൺ ആയിരുന്ന പുട്ട് ഓപ്ഷൻ്റെ ലെവലിൻ്റെ താഴെയാണ് കോൾ ഓപ്ഷൻ ഇന്നലെ കൊടുത്ത ലെവലാണ്. ഓക്കെ, ഇത് കണ്ടിട്ട് പല ആളുകൾ എനിക്ക് മെസ്സേജ് അയച്ചിട്ടുണ്ട്. വോളിയം പ്രൊഫൈൽ ഇല്ലാത്ത ആളുകൾ വരെ ടെലിഗ്രാമിൽ നിന്ന് കണ്ടിട്ട് മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു ഇത്രയും പക്കാ ലെവൽ എങ്ങനെയാണ് കിട്ടുന്നതെന്ന്. ഓക്കെ, അപ്പോൾ അതാണ് നമ്മുടെ വോളിയം പ്രൊഫൈൽ എന്ന് പറയുന്നത്. ഈ പക്കാ ലെവലിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ സ്ട്രാറ്റജി പഠിച്ചിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ എന്ത് ചെയ്തു നോക്കിക്കഴിഞ്ഞാൽ കറക്റ്റ് ലെവലിൽ 9.35 വന്നു. അതിനുശേഷം വീണ്ടും എന്ത് ചെയ്തു മാർക്കറ്റ് 10.28 വന്നു. കറക്റ്റ് നമ്മളെ ടാർഗറ്റ് ഹിറ്റ് ചെയ്തു. ഓക്കെ, 779 ടാർഗറ്റ്, 749 ടു 779. ഓക്കെ, ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ 18 പോയിൻ്റ് റിസ്ക് 2 ലെവലാണ് നമുക്കുള്ളത്. 2-നകത്ത് വേണമെങ്കിലും ട്രൈ ചെയ്യാം. ഏകദേശം 227 പോയിൻ്റ് മൂവ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, അതിനുശേഷം മാർക്കറ്റ് ലെവൽ ബ്രേക്ക് ചെയ്തു. അവിടെ നിന്ന് കറക്റ്റ് എന്ത് ചെയ്തു നമ്മൾ ലെവലിൽ റീടെസ്റ്റ് എടുത്തു. മാർക്കറ്റ് താഴെ വന്നു. പക്ഷേ ലാസ്റ്റ് എന്ത് ചെയ്തു മാർക്കറ്റ് ഒന്ന് ട്രാപ്പായി. ഓക്കെ, ഇതാണ് സംഭവിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ നിങ്ങൾക്ക് നോക്കാറിയാം ഈ ലെവൽസ് എല്ലാം ഞാൻ നിങ്ങൾക്ക് തന്നെയാണ്. അപ്പോൾ ഈ ലെവൽസ് വെച്ചിട്ട് നിങ്ങൾക്ക് എത്ര ഈസി ആയിട്ട് ട്രേഡ് ചെയ്യാൻ വേണ്ടി പറ്റുമായിരുന്നു നിങ്ങൾ ജസ്റ്റ് ചിന്തിച്ചാൽ മതി. ഓക്കെ, അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത്. കുറഞ്ഞ് ലേറ്റ് ആയതുകൊണ്ട് പെട്ടെന്ന് നിർത്തുകയാണ്. അപ്പം ഗോൾഡിൻ്റെ ആ ലെവൽസ് മാർക്ക് ചെയ്യുക. അപ്പം നെക്സ്റ്റ് നാളത്തെ ദിവസത്തേക്ക് നോക്കരുത്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നാളെ രാവിലെ ഞാൻ പുതിയ ലെവൽസ് കൊടുക്കുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ വോളിയം പ്രൊഫൈൽ പഠിക്കാൻ ആർക്കെങ്കിലും താല്പര്യമുണ്ട് ഗ്രൂപ്പിനകത്ത് ജോയിൻ ചെയ്ത് നമ്മുടെ കൂടെ ട്രേഡ് ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് മെസ്സേജ് അയക്കാം. താങ്ക് യു. നെക്സ്റ്റ് വീഡിയോ ആയിട്ട് കാണാം.